ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഗൗതം. എന്റെ പേര് കനക. അപ്പൊ നമ്മുടെ ഈ സീസണിലെ ആദ്യത്തെ ലാലേട്ടന്റെ എപ്പിസോഡായിരുന്നു. ആള് നല്ല സൂപ്പർ ഡ്രസ് ഇട്ടൊക്കെ ആയിരുന്നു വന്നത്. ഒരു വൈറ്റില് റോസ് കളർ പൂക്കളുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും അല്ലേ? ഒരു നാടൻ ലുക്കിലൊക്കെ ആയിരുന്നു. മുണ്ടൊക്കെ കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പം പിന്നെ അതേപോലെ തന്നെ എല്ലാ സീസണിലും വ്യത്യസ്തമായിട്ട് ഇത്തവണ ലാലേട്ടൻ നമ്മള് ഒരാഴ്ചയിൽ എന്തൊക്കെ ചോദിക്കണം, കാണിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞ് അതെല്ലാം ക്ലിയർ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ആള്. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതെ, അതായത് ഓരോ പോയിന്റ്സും ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക കാര്യങ്ങളും ഇന്ന് തന്നെ ചോദിച്ചു. എനിക്ക് തോന്നുന്നു നാളെ ഇനിയിപ്പം കൂടുതലും എവിക്ഷൻ, അതിന്റെ കുറച്ച് ഈ ഗെയിമും ടാസ്കും ഒക്കെ ആയിട്ടായിരിക്കും കൂടുതൽ പോണത്. അതുകൊണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും ഇന്ന് പോയിന്റ് എടുത്ത് വച്ചിട്ട് ആള് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഈ പണിപ്പുരയിൽ തന്നെ ഡ്രസ്സും ഇതും കാര്യങ്ങളും, ഫുഡും ഡ്രസ്സും മാത്രമല്ല വേറെ പല കാര്യങ്ങളും വരുമെന്ന് ലാലേട്ടൻ പറഞ്ഞു. അതെ, അപ്പൊ എന്തായാലും ഇന്ന് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീക്ക്ലി ലാലേട്ടന്റെ ഒരു എപ്പിസോഡായിരുന്നു കേട്ടോ ഇന്നത്തെ. അതും ആദ്യത്തെ എപ്പിസോഡ്. അപ്പാനി, അക്ബർ, അയൽക്കൂട്ടൊക്കെ പൊളിച്ചടുക്കി കൊടുത്തു. അതെ, അപ്പൊ നമ്മുടെ അപ്പാനിയും അക്ബറും കൂടെ ചേർന്നിട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല ഗ്രൂപ്പിസം ആണ് അവര് നിൽക്കുന്നത്. അപ്പൊ അവരുടെ അയൽക്കൂട്ടം എന്നുള്ള ഒരു വേർഡിനെയൊക്കെ കുറിച്ചിട്ട് നമ്മുടെ ലാലേട്ടൻ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അതിന് വീട്ടുകാരുടെ പ്രതികരണവും ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് പറയാവേ. അതേപോലെ സേഫ് ഗെയിംസിനെ എല്ലാം നല്ല കയ്യോടെ പൊക്കിയിട്ട് ആള് നല്ല ക്ലിയർ ആയിട്ട് ഗെയിമിനെ പറ്റി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു നല്ല നിക് നെയിം ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അതില് അക്ബർ രേണുവിന് കൊടുത്തതും, അതേപോലെ തന്നെ നമ്മുടെ ആരായിരുന്നു ആദിൽ നൂറ നമ്മുടെ അനീഷിന് കൊടുത്തൊരു പേരും ഉണ്ട്. എല്ലാരും അത് മറന്നിട്ടില്ലല്ലോ. അപ്പൊ അതിനെ കുറിച്ചും ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അപ്പാനിയുടെ എടാ പോടാ വിളിയൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല ക്ലിയർ കട്ടായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ആവർത്തിക്കാതിരിക്കാൻ. പിന്നെ മെയിനായിട്ട് ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രേണുവിന്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതായത് വോട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം ലാലേട്ടൻ അതിനെ പറ്റി സംസാരിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇന്ന് ആ വീഡിയോ എടുത്തു കാണിച്ച് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കുതന്ത്രം പൊളിച്ചു എന്ന് തന്നെ പറയാം. അതെ, അപ്പൊ ഇന്നത്തെ ഒരു ഇതിൽ ഇതൊക്കെയാണ് നടന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് കാണാവേ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേപോലെ ബിഗ് ബോസിന്റെ റിയാക്ഷനും റിവ്യൂവും വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് രാവിലെ ലാലേട്ടനാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ലോകത്തിൻ കഥ അറിയാത്ത പാട്ടൊക്കെ പാടി അതിലാണ് ലാലേട്ടന്റെ എൻട്രി ആണ് വരുന്നത്. എന്നിട്ട് ആദ്യം കാണിക്കുന്നത് നമ്മുടെ തലേ ദിവസത്തെ, അതായത് വെള്ളിയാഴ്ച ദിവസം നടന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഈ ഒരാഴ്ച നടന്ന കാര്യങ്ങളുടെ റീക്യാപ്പ് ആണ് കേട്ടോ കാണിച്ചത്. അതിൽ തന്നെ മെയിൻ ആയിട്ട് നടന്ന എല്ലാ പ്രശ്നങ്ങളും എടുത്തു കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവര് തമ്മിൽ, ഈ അപ്പാനിയും അനീഷും തമ്മിലുള്ള വഴക്ക്, അതേപോലെ ഈ നിക് നെയിം കൊടുത്തത്, ജയിലിന്റെ ഉദ്ഘാടനം, വീക്ക്ലി ടാസ്കുകള്, ഓരോരുത്തരുടെ അടി. അതെ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മിക്ക സീസണുകളിൽ വെച്ച് ഈ സീസണിൽ ഫസ്റ്റ് വീക്ക് കാണിക്കാൻ ശരിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെ, പിന്നെ നമ്മുടെ ഈ വെള്ളിയാഴ്ച ദിവസം നടന്ന കുറച്ച് കാര്യങ്ങളും കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ട് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അനുവും അതേപോലെ അനീഷും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ അനുവും അപ്പാനെയും ജയിലിനുള്ളിലാണല്ലോ, ഇവര് പുറത്ത് ഫ്രഷ് ആവാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ബാത്റൂം ഉള്ളിലില്ലാന്ന് തോന്നുന്നു. ഇവര് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോ അനു നല്ല രീതിയിൽ പല്ല് തേക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ബാത്റൂമിൽ പോകാൻ മാത്രമാണ് പറഞ്ഞത്, ഇത് റൂൾസിന് അഗെയിൻസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ അനു കുപ്പി എടുക്കുന്ന, അവിടെ ഇരുന്നൊരു കുപ്പി എടുത്ത് താൻ പോടോ, തന്നെ ഞാൻ അടിക്കൂടോ, താൻ പോടോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. തലേ ദിവസത്തെ പ്രശ്നങ്ങള് മനസ്സിൽ കിടക്കുവാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അനീഷിന്റെ സംസാരം അറിയാലോ, ഒരു ഇതാണ്. പക്ഷെ അനീഷ് പറയുന്ന പോയിന്റുമാണ്, അത് മനസ്സിലാക്കുന്നില്ല ഇവര്. ഇത് അവർക്ക് നെഗറ്റീവ് ആവും. പിന്നെ വേറൊരു കാര്യം നമുക്ക് നോട്ട് ചെയ്തൊരു കാര്യം, ഇന്നലെ തന്നെ അനീഷിനെ ഈ അനു ജയിലിൽ വെച്ചിട്ട് ഈ ചപ്പാത്തി കല്ലെടുത്ത് ഇങ്ങനെ അടിക്കുന്ന രീതി കാണിച്ചിട്ട് താൻ പോരോ, തന്നെ ഞാൻ അടിക്കും, തന്നെ ഞാൻ അടിക്കാതെ എനിക്കിവിടെ നിൽക്കണ്ടോണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അതേ സെയിം കാര്യം നമ്മുടെ ഈ കുപ്പി വെള്ളം എടുത്തിട്ടും അടിക്കാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു വട്ടം കാണിച്ചു, 2 വട്ടം കാണിച്ചു. സത്യം പറഞ്ഞാൽ അതൊന്നും ബിഗ് ബോസിലോ അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരൊക്കെ കണ്ടോണ്ടിരിക്കുന്നതാണ്, അതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. പറയേണ്ടത് ഒരു ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് പറയാം എന്നുള്ളതല്ലാതെ. അനീഷിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, അനീഷിന്റെ ഗെയിമിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അനീഷ് ചെയ്യുന്നത്, ചൊറിയുന്നത്. നോർമലി ആർക്കും സഹിക്കത്തില്ല, പക്ഷെ ബിഗ് ബോസ് ഗെയിമിൽ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇവര് നേരെ തിരിച്ചു കാണിക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ബിഗ് ബോസ് ഗെയിമില് റൂൾസിന് അഗെയിൻസ്റ്റ്.
അതൊരു ഇവർക്ക് നെഗറ്റീവ് ആവും അത്. അതെ, ഇതിപ്പോ പുറത്തു നിന്ന് കാണുന്നു അനീഷ് അവിടെ എന്തോരം ചൊറിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാം. പക്ഷെ അത് പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്ക് അനീഷ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കുപ്പി എടുത്ത് താൻ പോടെ ഭയങ്കര ഇതായിട്ടാണ് അനു സംസാരിക്കുന്നത്. അത് അനു ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അനുവിന് അത് നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം അനു വേറെ ആരോടും അത് കാണിക്കുന്നില്ല, എല്ലായ്പ്പോഴും ഈ കരഞ്ഞും ഒക്കെ ഇരിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ അനീഷിനോട് മാത്രം ഈ രീതി കുറച്ച് ഓവറായിട്ട് വരുന്ന പോലെ ഒരു ഫീൽ ഉണ്ട്. ഇനിയും ഓവറായി പോവുകയാണെങ്കിൽ പണി കിട്ടും. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ ആയിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുറത്ത് ഗാർഡനിലും ഷാനവാസ് ജയിലിന്റെ കീ എടുത്തോണ്ട് ആള് ഓടും. എന്തിനാ ഓടിയെന്ന് ആർക്കും അറിയത്തില്ല. എനിക്കറിയാമില്ല, എന്നെ അനീഷിന് തിരിച്ചു ചൊറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നു. അനീഷ് എന്തൊക്കെയോ കടന്ന് പറയുന്നുണ്ട്. കുറെ കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചുകൊണ്ട് കൊടുത്ത ആള്. അതെ, പിന്നെ അതേപോലെ തന്നെ നെവിൻ വന്നിട്ട് അനുവിന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഒന്നും നെവിൻ ഇടാം, കാരണം നെവിൻ ഓൾറെഡി ആ ബാഡ്ജ് കയ്യിലുണ്ട്. പക്ഷെ അനുവിന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കണ്ടില്ല. ജയിൽ ടാസ്ക് എന്ത് ഇതാ കെയർലെസ് ആയിട്ടാണ്. അല്ല, ബിഗ് ബോസ് നല്ല രീതിയിൽ ടാസ്ക് കൊടുത്തു. 2 ടാസ്കൊക്കെയാ കൊടുത്തത്. പക്ഷെ അവര് കളിച്ച രീതി വളരെ മോശമായി. അകത്ത് അവര് കണ്ടന്റ് ഉണ്ടാക്കി, അപ്പയും അനുവും കണ്ടന്റ് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അവര് ചെയ്തേക്കുന്ന റൂൾസിന് അഗേൻസ്റ്റ് ആയിരുന്നു. വെളിയിൽ ബാത്റൂമിൽ പോകാനുള്ള ഇതുണ്ട്. പക്ഷെ ഇവര് ലിവിംഗ് റൂമിലൊക്കെ പോയി കറങ്ങി അടിച്ച് വരിക, ഒരുങ്ങിട്ട് വരിക. അല്ല, അതേപോലെ തന്നെ അപ്പാനിയും പുറത്തു പോയി കുളിച്ചു. നമ്മൾ അത് ഇന്ന് ഇതില് ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല, അതായത് നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ലൈവില് ആള് പോയി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടൊക്കെ വന്ന് ജയിലിൽ കിടക്കുന്നതായിട്ടാണ് കേട്ടോ കാണിച്ചത്. ചിലപ്പോ ഇന്ന് അതിനെ പറ്റി സംസാരിച്ചില്ല, ചിലപ്പോ നാളെ ആയിരിക്കും അതിനെപ്പറ്റി നമ്മുടെ ലാലേട്ടൻ സംസാരിക്കാം കേട്ടോ. എന്തായാലും ഒരു 10 മണിയൊക്കെ ആയതോടുകൂടി അവരുടെ ജയിൽ ടൈം കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇങ്ങനെ രണ്ടുപേരും പുറത്തൊക്കെ ഇറങ്ങി. അപ്പൊ അവർക്ക് രാവിലെ ഇഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു കൊടുത്തത്. അവർ കുശാലായി, ജയിലിൽ കിടക്കുന്നവർ നല്ല കുശാലായി, നല്ല സൂപ്പർ കഞ്ഞിയും അച്ചാറും ഇല്ല ഇഡലി സാമ്പാറും. അതെ, പിന്നെ തലേ ദിവസം രാത്രി തന്നെ, അതായത് എപ്പിസോഡ് ഫ്രൈഡേ രാത്രി തന്നെ ഇവർക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ വന്നു കേട്ടോ. സ്റ്റോർ റൂമിലെ ഡ്രസ്സും കാര്യങ്ങളും, അതായത് പിറ്റേ ദിവസം നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള നല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ എല്ലാവരും ഇതൊക്കെ കണ്ട നല്ല ഹാപ്പിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ആയപ്പോ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡ് ഉള്ളതുകൊണ്ടായിരിക്കും എല്ലാവർക്കും അനൗൺസ്മെന്റ് വന്നു. നല്ല രീതിയിൽ അവിടെ ഒരു മേക്കപ്പ് റൂം നമ്മുടെ ഡാസ്ലറിന്റെ നല്ല രീതിക്ക് ഒരുങ്ങിയിട്ടൊക്കെ ഇടാൻ വരാനായിരിക്കും. അങ്ങനെ അവരെല്ലാവരും നല്ല രീതിക്ക് നല്ല ഡ്രസ്സും ഇതൊക്കെ ഇട്ടാവും. പക്ഷെ ബസർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസർ ടൈമിനുള്ളിൽ ഇവര് മേക്കപ്പ് ചെയ്തിട്ട് വരാനാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടാത്തതിന്റെ വിഷമത്തിട്ട കിട്ടിയതല്ലേ. നമ്മള് ഫുഡ് കഴിക്കാത്തതിന്റെ ഫുഡ് വെച്ചാണൊക്കെ ഇവർക്ക് മേക്കപ്പ് കൊടുക്കാതെ കൊടുക്കുന്നത്. സമയം കഴിയും. ഇതൊക്കെ കഴിഞ്ഞു എല്ലാവരും നല്ല പ്ലസന്റ് ആയിട്ടൊക്കെ നമ്മുടെ സോഫയിലൊക്കെ വന്നിരിക്കുന്നു. നമ്മുടെ ലാലേട്ടൻ വരുന്നു, നെക്സ്റ്റ് ഡേ ആണ് ലാലേട്ടൻ വരുന്ന കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ചോദിക്കുന്നു ഡ്രസ്സൊക്കെ കിട്ടി, എല്ലാവരും നല്ല ഹാപ്പി ആയി ഇരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ പണിപ്പുരിയെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. അത് പണിപ്പുരയില് നമ്മള് നോർമലി അവര് ഡ്രസ്സും ഫുഡും വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് മാത്രമല്ല, വേറെ പല ഐറ്റങ്ങളും വരുന്നുണ്ട്. എനിക്ക് ഇന്നൊരു ചെറിയൊരു ഐറ്റം ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അവർ ഉൾപ്പെടെയൊക്കെ ചേർത്തായിരിക്കും ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. എന്തായാലും വേറെ പല ടാസ്കുകളും എന്തൊക്കെയോ ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. അത് എന്തുവാന്ന് പോകെ അറിയത്തോളൂ. ക്ലിയർ ആയിട്ട് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും നമുക്കിപ്പോ ഞാൻ പലവട്ടം പറഞ്ഞ പോലെ നമുക്കിപ്പോ ഒരു TV ഷോ എന്ന് പറയുമ്പോൾ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേക്കപ്പ് ആണെങ്കിലും അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിലും ഇതൊക്കെ കാണാൻ ഒരുപാട് പേര് കാണും. അതായത് ഫുള്ള് പ്ലസന്റ് ആയിട്ട് ഇരിക്കണം. അപ്പൊ ഇപ്പൊ നോക്കുമ്പോൾ ഒരു യൂണിഫോം പോലെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി നഷ്ടമാവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നാളൊന്നും ഈ ഡ്രസ്സും കാര്യങ്ങളും പിടിച്ചു വെക്കാൻ പറ്റില്ല, അത് വേഗം കൊടുക്കും. അപ്പൊ എന്നിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളാക്കും കേട്ടോ. കാരണം ഈ ലക്ഷറി ഫുഡ് ആണല്ലോ പണിപ്പുര വഴി കിട്ടുന്നത്. അപ്പൊ അത് മാത്രം ആവുകയാണെങ്കിൽ ഒരു രസം കാണില്ല. അപ്പൊ ഇനിയിപ്പോ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അക്ബറിനോട് പണിപ്പുരയിൽ പോയതിനെ പറ്റി ചോദിക്കുന്നു. അതായത് 2 വട്ടം പോയിട്ടുണ്ടായിരുന്ന ആള്. അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോ മൊത്തത്തിൽ ആക്രാന്തമായിരുന്നു, ഫുഡ് ഇല്ലല്ലോ. അതേപോലെ തന്നെ ഈ പോവണ്ട എന്ന് പറഞ്ഞവരെ പറ്റി ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പണിപ്പുരയിൽ പോകാൻ താല്പര്യമില്ല, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞ് സ്കിപ്പ് അടിച്ചവരുണ്ട്. അപ്പൊ അവരെ പറ്റിയും ലാലേട്ടൻ ചോദിച്ചായിരുന്നു. അവരൊക്കെ എണീപ്പിച്ച് നിർത്തിയായിരുന്നു. ശൈത്യയും അതെ നമ്മുടെ നെവിന്റെ അടുത്ത് ചോദിച്ചപ്പോ നെവിൻ പറഞ്ഞത് ഒന്നും കിട്ടുന്നില്ല, പണിപ്പുരയിൽ പോയി കഴിഞ്ഞാൽ ഒന്നും അതും കൂടി ഇല്ലാതാവും എന്ന് കരുതി. അതേപോലെ തന്നെ ബിൻസിയോട് ചോദിച്ചപ്പോ ഈ ആദിൽ നൂറ 2 പേരാണല്ലോ, അപ്പൊ അവര് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സാധനങ്ങൾ എടുത്തിട്ട് വരാനായിട്ട് പറ്റൂല്ലോ, അപ്പൊ അത് മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ്, അത് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അത് ഉള്ളത് തന്നെയാണ് പറഞ്ഞത്. അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അത് സ്കിപ്പ് അടിച്ചു കഴിഞ്ഞാൽ അത് ആ സീൻ വേറൊരാൾ ഗ്രാബ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരം മാക്സിമം മുമ്പോട്ട് ഫോർവേഡ് ചെയ്തിട്ട് അതിനുള്ള കണ്ടന്റും കാര്യങ്ങളും കൊടുത്താലേ അവര് സ്ക്രീനിൽ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് തന്നെ നഷ്ടം.
അതെ അതെ. പിന്നെ നമ്മുടെ ശൈത്യയോട് ചോദിച്ചപ്പോ ശൈത്യ പറയുന്നത് നെവിന് ഡ്രസ് പ്രശ്നം ഭയങ്കര ഇതായതുകൊണ്ട് നെവിൻ പോട്ടെ എന്ന് കരുതി. അപ്പൊ അതായത് അത് കൂടുതൽ കിട്ടണം എന്ന് കരുതി എന്നാണ് ശൈത്യ പറഞ്ഞത്. പിന്നെ നമ്മുടെ സരികയെടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞത് 2 പേരും കൂടെ പോവുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ, അതായത് നമ്മുടെ ആദിൽ നൂറ പോവുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സാധനങ്ങൾ അതെ അതെ. അപ്പൊ നമ്മുടെ താല്പര്യം ഇല്ലാത്ത ആൾക്കാരെ എണീച്ച് നിൽക്കാൻ പറഞ്ഞപ്പോ നമ്മുടെ സരിക, ബിൻസി, ശൈത്യയൊക്കെയാണ് കേട്ടോ എണീച്ച് നിന്നത്. അല്ല, താല്പര്യം ഇല്ലെന്ന് നേരത്തെ പറഞ്ഞവര് അവരെ എണീക്കാനാ പറഞ്ഞു. പക്ഷെ താല്പര്യം ഇനി ആർക്കെങ്കിലും താല്പര്യം ഇല്ലാതെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ നെവിൻ വീണ്ടും എണീറ്റ്. അതെ, അത് കോമഡി. അല്ല അതെന്താ എണീറ്റെന്ന് വെച്ചാല് ഗിഫ്റ്റ് താല്പര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് എണീച്ച് നിൽക്കുക, ഞാനൊരു ഗിഫ്റ്റ് തരാന്ന് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടോ. അപ്പം നെവിൻ പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് കിട്ടുമെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ല ലാലേട്ടാ. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു നിനക്ക് താല്പര്യം ഇല്ല ഉറപ്പാണോ? ഗിഫ്റ്റ് കിട്ടുമെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ല ലാലേട്ടാ. അപ്പോഴത്തേക്ക് ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റ് കൊടുത്തെന്താന്നറിയോ? ഇനി മേല അങ്ങോട്ട് പടിപ്പുരയിലേക്ക് ആളെ ബ്ലിങ്കസ് ആയിട്ട് ചമ്മിയോട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ നെവിൻ നല്ല രസമാട്ടോ. എനിക്ക് നെവിൻ ഒരു ഗെയിമർ ആയിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആളുടെ സംസാരമൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ആളെ തോന്നാറുണ്ട്. അതായത് ഒരു പോസിറ്റീവ് എന്റർടൈനർ എന്ന് പറയത്തില്ലേ, ആ ഒരു രീതിയിൽ ആളെ തോന്നാറുണ്ട്. അതെ. അതിനുശേഷം ലാലേട്ടൻ എല്ലായിടത്തും ചോദിക്കുന്നുണ്ട് ഫുഡ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ, എല്ലാം ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാരും പറയുന്നുണ്ട് ഭയങ്കര പ്രശ്നമാണ്, ടൈറ്റ് ആണ്, ഒന്നും കിട്ടുന്നില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ടാസ്ക് കളിച്ച ഗെയിമൊക്കെ നല്ല രീതിക്ക് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് നല്ല രീതിക്ക് ആക്കി വിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടൻ ഭാഗം ഒരു ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് വലിയ കാര്യത്തിലൊക്കെ അവര് വിചാരിച്ച വലിയ ഫുഡും വല്ല ആയിരിക്കും എന്ന്. അങ്ങനെ പോയി നോക്കിയപ്പോ ഒരു ബൗള് നിറച്ച് നല്ല റവ കൊടുത്തിട്ടുണ്ട്, നല്ല ഉപ്പുമാവ് ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാം. എന്താ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായില്ല കേട്ടോ. ചിലപ്പോ ഇനിയിപ്പം ഫുഡ് കുറവായോണ്ടാണോ എന്താ അതെനിക്ക് മനസ്സിലായില്ല. നല്ല ഗെയിം കളിക്കണം എന്ന് ഉദ്ദേശിക്കും പറയാൻ വേണ്ടിട്ട് തന്നെ ഈ ഒരു ഇതിട്ടത്. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് കളിക്കൂ ഇല്ല, അടുത്ത ആഴ്ചയിലും ഫുഡും നോക്കിക്കൊണ്ടിരിക്കും. ഇതാകുമ്പോ റവയല്ലേ, ഇനി ഉണ്ടാക്കിയ ഉപ്പുമാവും കഴിച്ചിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കട്ടെ, ഇത്തിരി പ്രോട്ടീനൊക്കെ അല്ലേ, കറക്റ്റാ. അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ ടാസ്കിൽ ഒളിച്ചിരിക്കുന്ന കുറച്ചു പേരുണ്ട്, അവരെ എണീപ്പിച്ച് നിർത്തിയായിരുന്നു. അതായത് സാബു, ശൈത്യ, സരിക, ബിൻസി, രഞ്ജിത്ത് അവരെയൊക്കെ എണീപ്പിച്ച് നിർത്തിയിട്ട് നല്ല വ്യക്തമായിട്ട് ഈ ഗെയിമിനെ പറ്റി ഇനി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാബു പറയുന്നത് ഞങ്ങളെല്ലാം സാബും സരികയും കുക്കിങ്ങിലായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും ടാസ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ദോഷകരിയെന്നും പറഞ്ഞ് തിരിച്ചു പോയി എന്നിങ്ങനെ. അങ്ങനെ ഇതിൽ ഒരു കാര്യമില്ല. കാര്യം ജയിലിൽ കിട്ടിയപ്പം അനുവും നമ്മുടെ അപ്പാനെയും കൂടി ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടതാണ്. അപ്പം അതേപോലെ തന്നെ സരികയും ഒനിയിൽ പിന്നെയും കുഴപ്പമില്ല. സരിക എന്ന് പറയുന്നത് നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കണ്ടന്റോ കോമഡിയോ അല്ലെങ്കിൽ ഡ്രാമയോ അല്ലെങ്കിൽ പാട്ടോ എന്തെങ്കിലുമൊക്കെ ഈ കുക്ക് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മള് എങ്ങനെയും കണ്ടന്റ് കൊടുക്കാം എന്നുള്ളതാണ്. പക്ഷെ ഇത് ലാലേട്ടൻ പറഞ്ഞത് കാര്യമായി കേട്ടോ. അല്ല അതേപോലെ തന്നെ ഇവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരും വന്നിരിക്കുന്ന ഗെയിം കളിക്കാനാണ്, അല്ലാതെ കുക്കിംഗ് ചെയ്യുന്ന ഒരാഴ്ച കുക്കിങ്ങിലും മാത്രം നിന്ന് തന്നെ ഇവിടെ നോമിനേഷനും വന്നിട്ടുണ്ട്. നമ്മുടെ സരിക നോമിനേഷനിൽ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇവർ തന്നെ നിൽക്കണം. നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ഇവരുടെ ഒരു ഐഡന്റിറ്റി അവർ ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് വീക്ക് തന്നെ ചെയ്തെങ്കിലേ പറ്റൂ. അല്ലാതെ ഞാൻ കുക്കിംഗ് നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെല്ലാം കഴിഞ്ഞ സീസണിലൊക്കെ കുക്കിംഗ് ഒക്കെ ഓർക്കുന്നുണ്ടോ? നമ്മുടെ അഖിൽമാരാറിന്റെ ഒക്കെ മട്ടൻ കറിയും പിന്നെ അവരുടെ ബിരിയാണിയൊക്കെ, നമ്മുടെ പേളി മണി തന്നെ ആണെങ്കിൽ പേളി മണിയുടെ മറ്റേ എഗ് ബിരിയാണിയൊക്കെ എന്തൊരു ഫേമസ് ആയിരുന്നു. അവരൊക്കെ കിച്ചണിൽ നിന്ന് പിന്നെ ഈ പേളി മണിയും സാബുമായിട്ട് ഒരു അമിട്ട് പൊട്ടുന്ന പോലെ ഒരു സാധനം ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര വൈറലാണ്. അപ്പൊ അതേപോലെ എന്തെങ്കിലും കണ്ടന്റ് കിച്ചണിലും ഇവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ നിന്ന് കഴിഞ്ഞാൽ. എവിടെയും കൊടുക്കാം. അപ്പൊ അത് ചെയ്യാന്നൊക്കെ അവർ ശ്രമിക്കുക എന്നുള്ള അതിന്റെ എക്സ്ക്യൂസ് ആയിട്ട് അവര് പറഞ്ഞത്. അതെ, ലാലേട്ട് അത് പറഞ്ഞത് നന്നായി. ചിലപ്പോ ഇനി അടുത്ത വീക്ക് ഇവര് ഗെയിം ചേഞ്ച് ചെയ്യുമായിരിക്കും. അതേപോലെ നമ്മുടെ ഒണിയൽ പറയുന്നുണ്ട് ഈ വീക്ക് കിച്ചണിൽ നിന്നുകൊണ്ട് അടുത്ത വീക്ക് മാറുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവരുടെ ഗെയിം എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഒണിയൽ അതേപോലെ റെന ഫാത്തിമയുടെ ഫൈറ്റിനെ പറ്റി നമ്മുടെ ലാലേട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ റെന പറയുന്നത്, ഇപ്പൊ ഒണിയൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ കിച്ചണിലാണ് ഇപ്പം അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് പറയുമ്പം നമ്മുടെ റെന പറയുന്നുണ്ട് ഫേവററ്റിസം കാണിക്കുന്നുണ്ട്, കുറച്ച് പേരുടെ അടുത്ത് മാത്രം പാർഷ്വാലിറ്റി കാണിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒണിയൽ പറയുന്നുണ്ട് നമ്മളവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാവർക്കും വരുന്നവർക്കൊന്നും
ഗ്യാസും കാര്യങ്ങളും ഒന്നും എപ്പോഴും, കാരണം ഗ്യാസ് ഒക്കെ ഭയങ്കര ലിമിറ്റ് ആണല്ലോ, തീർന്നു കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ റെന പറയുന്നുണ്ട്, ഞാൻ ആലു പൊറോട്ട ചെയ്യുന്നതിൽ കുറച്ച് ഓണിയൻ ചേർത്താൽ മതി എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചെറിയ അവർ തമ്മിലുള്ള ഒരു സംഭാഷണവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. സോൾവ് ആയില്ലേ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനും അതവിടെ കോൺവെർസേഷൻ എൻഡ് ചെയ്ത്. പക്ഷെ നമ്മുടെ ഏജ് കാർഡും ഈ എക്സ്പീരിയൻസ് കാർഡൊക്കെ ഇറക്കിയായിരുന്നു ആ സമയത്ത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇവര് വീണ്ടും ഇനി അടുത്ത അത് തന്നെ വീണ്ടും ഇറക്കും. എന്തായാലും നോക്കാം. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ നമ്മുടെ അക്ബർ അപ്പാനി ഗ്യാങ്ങിനെ പറ്റിയൊക്കെ നല്ല ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തോ നിങ്ങളൊരു ഗ്യാങ് ആണോ, അയൽക്കൂട്ടമാണോ എന്ന് ചോദിച്ചു. അയൽക്കൂട്ടമാണോ, നിങ്ങൾ എന്തെങ്കിലും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ, ഭയങ്കര ഗെയിമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇവരെ എണീപ്പിച്ച് നിർത്തി. അപ്പം ഉടനെ അപ്പനി അങ്ങനൊന്നും ഇല്ല ലാലേട്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അക്ബർ പറഞ്ഞ് ഗെയിം വരും അങ്ങനൊന്നുമില്ല, ജസ്റ്റ് ഗെയിം സംസാരിച്ചേ ഉള്ളൂ. ഗെയിം വരുമ്പോൾ ഞങ്ങൾ നേരെ ഗെയിം വരുമ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ, ബാക്കിയുള്ളവർക്ക് അറിയാവുന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര കയ്യടിയായിരുന്നു. അത് അനു ആയിരുന്നു നല്ലോണം കൈയടിച്ചത്. അങ്ങനെ അനുവിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ച്, എന്താ അനു കയ്യടി കൂടുതലാണല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗ്യാങ്ങിനെ പറ്റി അറിയാന്ന് വെച്ചാൽ അവര് ഗ്യാങ് ആയിട്ടാ നിൽക്കുന്നത്, അത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അപ്പാനു പറയുന്നത് അവരാണ് ഗ്യാങ്, ഞങ്ങള് ഗ്യാങ് ഒന്നും അല്ല, അവരിങ്ങനെ ഗ്യാങ് ആയിട്ട് നോക്കുന്നോണ്ട് അവർക്ക് തോന്നിയായിരിക്കും ടീംസാണ് ഗ്യാങ്, ഞങ്ങള് ഗ്യാങ് ഒന്നുമല്ല, ഞങ്ങൾ ഗെയിമിനെ പറ്റി സംസാരിച്ചോളൂ എന്നിങ്ങനെ സംസാരിച്ചെന്ന്. ഉടനെ രഞ്ജിത്ത് എണീറ്റ് നിന്നിട്ട് പറഞ്ഞായിരുന്നു, അപ്പാനി ജയിലിൽ പോയപ്പോഴത്തേക്കും ഗ്യാങ് ഒന്നും കണ്ടില്ല, അക്ബറിന്റെ പിന്നെ ആ ഏരിയയിലൊന്നും കണ്ടില്ല എന്ന്. രഞ്ജിത്ത് ഒരു ബ്രേക്ക് ഇട്ട് കൊടുത്തായിരുന്നു. അത് ചിലപ്പം പൊട്ടാം, ചിലപ്പം അത് മൈൻഡ് ചെയ്യത്തില്ല, ചിലപ്പോ ഇതൊന്ന് കയറി പിടിക്കാം. അതെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇവര് ജയിലിൽ പോയ സമയത്ത് ഈ അക്ബറിനെ ആ സ്ക്രീനിലേ ഇല്ലായിരുന്നു. നമ്മുടെ അപ്പാനി പിന്നെ അനുവായിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കണ്ടന്റ് കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അക്ബറിന്റെ ടൂളായിട്ട് അഭിലാഷ് മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അപ്പാനി മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചിലപ്പം അക്ബറിന്റെ ഗെയിം ആയിരിക്കാം, ഒരാളെ പിടിച്ചിട്ട് ഒരു ടൂളാക്കി നിർത്തി, കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതായിരിക്കാം ചിലപ്പം. അതെ, അത് നമ്മൾ ഇന്നലെ പറയുകയും ചെയ്തു, അഭിലാഷ് ഗെയിം ചേഞ്ച് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ. ഇന്ന് അഭിലാഷ് അത് പറയുന്നുണ്ട്, ഞാൻ 2-3 ദിവസം കുറച്ച് റൗഡായിട്ടും കുറച്ച് ഇതായിട്ടൊക്കെ റൂഡായിട്ടൊക്കെ നിന്നെങ്കിലും ഞാനിപ്പോ 2 ദിവസമായിട്ട് കുറച്ച് ശാന്തനായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭിലാഷും പറയുന്നുണ്ടായിരുന്നു. അതെ, ഇല്ലെങ്കിൽ അതെ. അപ്പൊ അതൊക്കെയായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗെയിം ഉണ്ടല്ലോ, അതായത് ഈ ബാഡ്ജ് തട്ടിയെടുത്തല്ലോ, കയ്യിലിരുന്ന ബാഡ്ജ് മറ്റുള്ളവർ തട്ടിയെടുത്തതിനെ കുറിച്ച് ഈ ഗെയിം ഏത് രീതിയിലാണ് പോയെന്ന് അറിയാവോ എന്ന് വെച്ചിട്ട് ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ട് ഇത് ആദ്യം ഇരുന്ന ആളുടെ കയ്യിൽ നിന്ന് ആർക്കാണ് പോയത് എന്നുള്ള രീതിയിൽ ഒരു ഗ്രാഫ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതില് ആര്യന്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. അതെ, അതിപ്പോ ബാഡ്ജ് ആദ്യം കിട്ടിയ 3 പേര്, അതായത് നമുക്കൊരു ഫസ്റ്റ് എൻട്രി ടൈമിൽ ഒരു ടാസ്ക് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കുറഞ്ഞ ടൈമിൽ ബാഡ്ജ് കരസ്ഥമാക്കിയ 3 പേരായിരുന്നു നമ്മുടെ ഷാനവാസും ബിന്നിയും പിന്നെ ആര്യനും ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതില് ആദ്യമേ ഷാനവാസിന്റെ കയ്യിൽ നിന്ന്, ഇപ്പൊ ഷാനവാസിന്റെ കയ്യിലല്ല, നമ്മുടെ ഷാനവാസിന്റെ കയ്യിൽ നിന്ന് ഷാനവാസ് അത് സാബുവിന് ആദ്യം കൊടുത്തായിരുന്നല്ലോ. കാരണം ബാക്കി അക്ബറൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് അതെ അത് സാബു കൊടുത്തായിരുന്നു. അപ്പൊ സാബുവിന്റെ കയ്യിൽ നിന്ന് ആ കൊടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ അക്ബർ വന്നിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. പിന്നെ ആ അക്ബറിന്റെ കയ്യിൽ നിന്ന് ആദിലും നൂറയും ഇത് അടിച്ചു മാറ്റിയായിരുന്നു കേട്ടോ. അപ്പം ലാസ്റ്റ് ഫൈനലി അതിരുന്നത് ആദിൽ നൂറയുടെ കയ്യിലാണ്. അതായത് നമ്മുടെ ഷാനവാസിന്റെ ബാഡ്ജ് ഇരുന്നത് ആദിൽ നൂറയുടെ കയ്യിലാണ്. പിന്നെ നമ്മുടെ ബിന്നിയുടെ കയ്യിൽ നിന്ന് അത് അനു എടുത്തായിരുന്നു. അനുവിന്റെ കയ്യിൽ നിന്ന് അത് അക്ബർ വാങ്ങിയായിരുന്നു കേട്ടോ. അതും അനു എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നൂറ ഫാത്തിമ ഉണ്ടല്ലോ, ആളുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞ് അത് പോയത് ഗിസൈലിന്റെ കയ്യിലാണ്. അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഗിസൈലിന്റെ കയ്യിൽ നിന്ന് ഇവര് തമ്മിൽ ഒരു സംവാദം ഉണ്ടായിരുന്നല്ലോ, അതിൽ അത് നമ്മുടെ നെവിൻ എടുത്ത് ലാസ്റ്റ് നെവിന്റെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ആര്യന്റെ കയ്യിൽ വന്ന ബാഡ്ജ് ആര്യന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലല്ല, അത് മറ്റേ കോയിൻ എടുത്ത റെഡ് കോയിൻ. അപ്പൊ ആര്യന് സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, കാരണം ആളുടെ കയ്യിൽ തന്നെ അത് ലാസ്റ്റ് ഇരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ഷാനവാസിനെ എണീപ്പിച്ചിരുത്തി ചോദിച്ചിരുന്നു ബാൻഡ് എന്തിനാണ് കൊടുത്തേ എന്നുള്ളത്. അപ്പൊ ആദ്യം ഷാനവാസ് പറഞ്ഞ ബാൻഡ് കൊടുത്തല്ല വാങ്ങിയതാണ്, പക്ഷെ ബാൻഡ് കൊടുത്തതായിരുന്നു. അതായത് പിന്നെ ആള് ഓർത്തത്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും ഇവരൊക്കെ അറ്റാക്ക് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് കുറെ അറ്റാക്ക് ചെയ്തായിരുന്നു അക്ബറും അനീഷും വാങ്ങാനായിട്ട്. ലാസ്റ്റ് സായി ഇട്ടിട്ട്
ഷാനവാസ് അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എനിക്ക് വേറെ ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, അവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടനെ മുമ്പിൽ നിന്ന് നമ്മുടെ സാബുവിന് എടുത്ത് കൊടുത്തേ. എന്നാ സാബുവിന്റെ കയ്യിൽ കിട്ടിയോ അതുമില്ല, അത് അക്ബർ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവരെടുത്തോണ്ട് പോയി. അപ്പൊ കൊടുത്തതും വെറുതെ ചെയ്തത്. അപ്പൊ അങ്ങനെ കൊടുത്തതാണ് ഷാനവാസ്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ആ ബാൻഡിന് ഇപ്പോഴും അതിന്റെ പവർ ഇപ്പോഴും ആക്റ്റീവ് ആണ്, ഇതിന്റെ കൂടുതൽ ബെനിഫിറ്റ്സ് ഇനി പിന്നെ ആയിരിക്കും പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയോ ഉണ്ട് അതില്. ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നവര് പിന്നെയും ആ ഗെയിം ഇനി അടുത്ത ആഴ്ചയും തുടരും കേട്ടോ, ഈ തട്ടിപ്പറിക്കലും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗിസേലിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ പോകുന്നു കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട്, ആള് എല്ലാ കാര്യങ്ങളും തിരിച്ചു വെച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ വെച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ ആളൊരു കൺസീലർ എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് നമ്മളുടെ റൂൾസ് എല്ലാവർക്കും റൂൾസ് ആണ്, ഒരാൾക്ക് വേണ്ടി മാത്രം അത് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ആളുടെ സൂട്ട് കേസ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് തിരിച്ച് വീട്ടിലേക്ക് അയക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പണിഷ്മെന്റ് കൊടുത്ത. ഗിസേലിന് അത് ഭയങ്കര വിഷമാവുന്നുണ്ട്. കൊടുക്കും എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോ ഒന്നും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. അതെ, സെലക്ട് ചെയ്ത് തൂക്കി കൊണ്ടുവന്നല്ലേ, തോന്നില്ല വിടുമെന്ന് തോന്നില്ല. എന്നാലും ഒരു ദിവസമായിട്ട് പേടിപ്പിക്കുമായിരിക്കും. അതെ, പോവും, പ്രാണം പോവും. കാരണം മേക്കപ്പ് ഗിസേലിന്റെ അത് ചിലർക്ക് അങ്ങനെ, ചിലർക്ക് മേക്കപ്പ് ആണെങ്കിലും ചിലർക്ക് അവരുടെ ഡ്രസ്സിങ്. നമ്മുടെ നെവിനെ കണ്ടില്ലേ? നെവിനെ കണ്ടില്ലേ? നെവിൻ എന്ന് പറഞ്ഞ ആൾക്ക് മേക്കപ്പിനെക്കാളും കൂടുതൽ ആളുടെ ഒരു ഡ്രസ്സിങ് ആണ് ആൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ അനു ആണെങ്കിലും ഈ ലിപ്സ്റ്റിക് ഇടുന്നത് നമുക്കത് പറയാം, അത് ചില ഗേൾസിനുള്ളതാണ്. ചിലർക്ക് ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും അവരുടെ ഒരു കോൺഫിഡൻസ്. അത് മിക്ക അവിടെയുള്ള ഗേൾസിനും ഉണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഗിസേലിന് മേക്കപ്പ് ഇടുമ്പോഴായിരിക്കും ആൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. നമ്മൾ 2 ദിവസമായിട്ട് ശ്രദ്ധിച്ചറിയാം, ആൾക്ക് അത്രയും ഒരു എനർജി ഇല്ല, ആൾ ഭയങ്കര ഡൗൺ ആണ്. അതിപ്പോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ചിലർ അങ്ങനെയാണ്, ചിലർക്കൊരു ലിപ്സ്റ്റിക്ക് മതിയാവും, ചിലർക്കൊരു കണ്ണെഴുതി കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ആയിരിക്കും, ചിലർക്ക് ഡ്രസ് ആയിരിക്കും, ചിലർക്ക് ചില കളർ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പുകഞ്ഞ പുള്ളി പുറത്ത് ടാസ്ക് ഉണ്ടല്ലോ, പുറത്തിറങ്ങണമെന്ന് പറഞ്ഞത്, അതിനെ പറ്റിയിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതില് എല്ലാവരുടെ അടുത്തും ചോദിക്കുമ്പോൾ നമ്മുടെ ആർജെ മിൻസി പറയുന്നുണ്ട് ഞാൻ 2 ദിവസം നന്നായിട്ട് ഉറങ്ങിപ്പോയി. ശൈത്യ പറയുന്നുണ്ട് ഞാൻ ഉറങ്ങാതിരുന്നതാണ്, പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് ആളുടെ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. ആൾക്ക് എന്തോ ഹെൽത്ത് കണ്ടീഷൻ ശരിയല്ലെന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി ഈ ടാസ്കിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു മെഡിസിൻ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഉറങ്ങിപ്പോകുന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് കൺസേൺ അറിയിച്ചാണ് ബിഗ് ബോസ് ടീമിന്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വിളിച്ച് ഇത് സംസാരിക്കേണ്ടി വന്നത്. അതെ, ഫാമിലി കോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫാമിലി എങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഉറക്കം ശരിയായില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഹെൽത്ത് നോക്കണം, ഹെൽത്ത് മെയിൻ ആണ് എങ്കിലാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് ഫിസിക്കൽ ടാസ്കുകളൊക്കെ വരുമ്പോൾ ഷാനവാസിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫാമിലി ആയിട്ട് മക്കളായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നു കേട്ടോ, ഈ ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടായിരിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ ഈ ടാസ്കിൽ, ഈ പുകഞ്ഞ ഉള്ളി പുറത്തെ ടാസ്കിൽ ഈ നന്മ മരങ്ങളെ പറ്റി നല്ല രീതിക്ക് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ടാസ്ക് നമ്മൾ മുമ്പ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ടാസ്ക് അവർ പുറത്താക്കാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ നല്ലൊരു കണ്ടന്റ് ആയേനെ, നല്ലൊരു രസമായിരുന്നു ഞാൻ അത് കാണാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, പിന്നെ നമ്മുടെ വീക്ക്ലി ടാസ്കിൽ അക്ബറിനായിരുന്നു 37 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് പ്ലേസിൽ ആര്യനായിരുന്നു 36 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ നമ്മുടെ ലാലേട്ടൻ കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ട്. ആര്യന്റെ അടുത്ത് എന്ത് പറ്റി പോയിന്റ്സ് കുറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആര്യം പറയുന്നുണ്ട് എന്റെ പോയിന്റ്സ് ഓൾറെഡി അടിച്ചു മാറ്റി എന്ന് പറയുന്നത് അത് പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നിക് നെയിംസിനെ കുറിച്ചിട്ട് ഉള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നെയിം ശരി ആണോ ഇട്ടത് എല്ലാവരും എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് മുള്ളംപന്നി എന്ന് പറയുന്നത് ശരത്താണ് ഇട്ടത്, അത് കുഴപ്പമില്ല എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ വേറെ നെയിംസ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പൂമ്പാറ്റ അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നുറ എണ്ണിച്ചിട്ട് ചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കിട്ട പേരെന്തോന്ന് ചോദിച്ചപ്പോ പൂമ്പാറ്റാന്ന്, അത് ആ മുഖത്ത് നല്ല വിടർന്നൊക്കെയാ പറയുന്നത്. അപ്പൊ നിങ്ങളിട്ട പേരെന്തോന്ന് ചോദിച്ചപ്പോ മുഖം താന്ന്. അവർക്ക് കിട്ടിയ പേര് നല്ലതാണ്, അവർക്ക് അക്സെപ്റ്റ് ആണ്. പക്ഷെ അവരിട്ട പേര് വളരെ മോശമായിട്ടുള്ളൊരു, അതായത് അവരുടെ പേര് മിസ്റ്റർ അപ്പി എന്നാണ്. നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വളരെ 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 മോശമായി പോയി. അങ്ങനെയൊക്കെ ഒരാളെ വിളിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ല, അതൊക്കെ വളരെ മോശമായി പോയി. അതേപോലെ അക്ബറിനെ എണീപ്പിച്ചിട്ട് ഇത് ചോദിച്ചായിരുന്നു, രേണുസുതിക്ക് ഇട്ട പേര് സെപ്റ്റി ടാങ്ക് എന്നുള്ളത്. അതും വളരെ മോശമായിട്ട് ഇട്ട ഒരു പേര്, നമ്മളും പറഞ്ഞായിരുന്നു. അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് പുള്ളിക്കാരുടെ മുഖം തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരുമാതിരി, കേട്ടപ്പോ തന്നെ ഒരുമാതിരി
നമുക്ക് ഊഹിക്കാം. അതെ അതെ, നമ്മുടെ രേണുവിന്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു. രേണു പറയുന്നുണ്ട് ഞാൻ ചമ്മി പോയി. ശരിയാണ്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഉത്തരമാണ്. നമ്മൾ ചമ്മി പോകും, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്നും നല്ല രീതിക്ക് റിയാക്ട് ചെയ്യും, ഭയങ്കര സംസാരമായിരിക്കും എന്നൊക്കെ ഞാൻ. അല്ല, ആള് ചമ്മി പോയി ഷോക്കായി പോയിട്ട് ആള് ഷോക്കായി നിൽക്കുമായിരുന്നു ഇവിടെ. ഷോക്ക് മാറിയിട്ടില്ലെന്നുള്ള ഡയലോഗ് നമ്മുടെ ആദിൽ നൂറ് എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇട്ട ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും അതേ എന്ന് അതെ, ആ സംസാരം ഇപ്പോഴും ഉൾക്കൊള്ളുന്നില്ലെന്നുള്ളതാണ്. അത് ഇച്ചിരി അരകണ്ടായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വിളിക്കാൻ ആൾ ഡിസേർവ്ഡ് ആണോ എന്ന് ചോദിക്കുമ്പോഴും പറയുന്നുണ്ട് കുറച്ചൊക്കെ എന്ന്. അപ്പം മോഹൻലാലിന് കുറച്ച് ഇത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഇരിക്കുന്നവർക്ക് അനീഷിന്റെ ഗെയിം മനസ്സിലായിട്ടില്ല. അതുപോലെ ബിഗ് ബോസ് ഗെയിം എന്തോന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ വരും, ഇതൊക്കെ ഒരു ഗെയിമിന്റെ പാർട്ടാണെന്ന് ഇപ്പോഴും ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വളരെയധികം ഇതാകുന്നത്. അവർ ഗെയിം കളിക്കുന്നുണ്ട് എല്ലാവരും, പക്ഷെ അനീഷിന്റെ ഗെയിം മനസ്സിലാക്കുന്നില്ല. ബിഗ് ബോസിൽ ഈ ഗെയിം പറ്റും എന്നുള്ളത് അവർ ഉൾക്കൊള്ളുന്നില്ല. അതേപോലെ നമ്മുടെ അനീഷിന്റെ അടുത്ത് അപ്പം വിളിച്ച് ചോദിക്കുന്നുണ്ട്, ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ പേര് ഇട്ടത് ഇഷ്ടപ്പെട്ടോ, എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് ഞാൻ നല്ല രീതിയിലാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അവരിങ്ങനെ ചെയ്തുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ ശൈത്യടുത്ത് ഈ നെയിമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമായില്ല, ഫണ്ണായിട്ടാണെങ്കിൽ ഇങ്ങനെ അല്ല, കുറച്ചും കൂടെ ഫണ്ണായിട്ടുള്ള രീതിയിൽ നല്ല പേര് ഇടാറുന്നെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പാനി യൂസ് ചെയ്യുന്ന വേർഡ്സ് കൺട്രോൾ ചെയ്യണമെന്നൊന്ന് നല്ലൊരു വാണിംഗ് കൊടുത്തത് നമ്മൾ പ്രതീക്ഷിച്ച വാണിംഗ് തന്നെ. കാര്യം എടാ പോടാ എന്നൊക്കെ നോർമലി എല്ലാരും വിളിക്കുന്നൊക്കെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ തൊട്ടനും പിടിച്ചെന്നൊക്കെ ചാടി എടാ പോടാ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ഇതായിട്ട്. എന്നിട്ട് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പണി കിട്ടൂ എന്നുള്ളൊരു വാർണിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. അത് അപ്പാനി മനസ്സിലാക്കിയാൽ കൊള്ളാം, മനസ്സിലാക്കിയില്ലെങ്കിൽ ഭാഷയുടെ പേരിൽ നല്ല രീതിയിൽ പണി കിട്ടി പോയവരുണ്ട്. ശ്രദ്ധിക്കുക. കൂടുതലും എനിക്ക് തോന്നുന്നു ഈ അനീഷിന്റെ അടുത്താണ്. അനീഷ് ചൊറിയാണ്, എന്തെങ്കിലും പറയാൻ വന്നാലേ ചാടിയങ്ങ് വീഴും, എടാ പൊടാന്നങ്ങ് പറയും. കാര്യം പറയുമ്പോഴേ ഏറ്റുപിടിച്ചിട്ടുണ്ടത്. അപ്പാനിക്ക് ഓൾറെഡി കറക്റ്റ് ആയിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കരുത് എന്നുള്ളതും ഹിന്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വേർഡ്സുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതിലും ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും, ഇല്ലെങ്കിൽ അപ്പാനിക്ക് പണി കിട്ടും. കാരണം ലാലേട്ടൻ എല്ലാവർക്കും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവരുടെ ഹിന്റുകൾ, അവർ മാറ്റം വരുത്താൻ. നമ്മുടെ അനീഷിന് അത്ര അങ്ങോട്ട് പറഞ്ഞില്ല. അതാണ് പ്രശ്നം. അനീഷിന്റെ ഈ ചൊറിച്ചലൊന്ന് കൺട്രോൾ ചെയ്യണമെന്നുള്ള ചിലപ്പോ നാളെ പറയായിരിക്കും കേട്ടോ, എല്ലാം കൂടെ ഇന്ന് അല്ലല്ലോ. അപ്പൊ പിന്നെ പറഞ്ഞിട്ടില്ല ഇതുവരെ. പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം. ഈ നിക് നെയിം കൊടുത്തതില് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതും അവർക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് പേരുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതില് നമ്മുടെ അനീഷിന് മുള്ളംപന്നി ആ ബാഡ്ജ് ഒരു ബാഡ്ജ് പോലെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതെ, ബാഡ്ജ് പോലെ പൂമ്പാറ്റ, അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൽ നൂറയ്ക്ക് പൂമ്പാറ്റന്ന് കൊടുത്തത് അവർക്ക് ഇഷ്ടമായി. തിരിച്ചു പറഞ്ഞതിൽ അവർക്ക് ഒരു പ്രശ്നമില്ലെന്നാണ് അവര് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതെ, പിന്നെ നമ്മുടെ അനുവിന് ബാർബി ഡോൾ എന്ന് കൊടുത്തു, അതും അനുവിന് ബാഡ്ജ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ മുള്ളംപന്നി എന്നുള്ളത് മനീഷും ഒരു പോസിറ്റീവ് രീതിയിലാണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഷാനവാസും പറയുന്നുണ്ട് അലങ്കാരമുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഗിസേലിന് എല്ലാരും കൂടി ഒരു പേര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെ, അതും കോമഡി പേരുകളൊക്കെ ആയിരുന്നു കേട്ടോ. രേണുസുതി ഇട്ട പേര് സൂപ്പർ ആയിരുന്നു, ബ്യൂട്ടി പാർലർ. രേണുസുതി അല്ല, റെന ഫാത്തിമ. അല്ല, രേണുസുതിയാണ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞത്. രേണുസുതി ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞത്. അത് ഗെയിം അതേ ആ ഒരു അപ്രോച്ചില് എല്ലാരും കണ്ടിരുന്നെങ്കിൽ നല്ലൊരു രസമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് ഗെയിമായി മാറിയാനെ. പക്ഷെ അവര് എല്ലാരും പേഴ്സണൽ ആയിട്ട് എടുത്തു. അതെ, അതില് നെവിൻ ഇട്ട് കൊടുത്ത പേരാണ് മേക്കപ്പ് കള്ളിന്ന് കേട്ടോ. പിന്നെ അനു ഇട്ട് കൊടുത്താണ് ബാർബി ഡോൾ എന്ന്. പക്ഷെ എനിക്ക് തോന്നി നല്ല രസമാണ്. ഇങ്ങനെ ഒരു ബാർബി ഡോളിന്റെ കണക്കാണ് ആളുടെ ഫേസ് ഒക്കെ ഇരിക്കുന്നത് അല്ലെ. അനങ്ങാതിരുന്ന് അതിനെ ഒരു ഡോള് പോലെയാണ് കേട്ടോ നമ്മുടെ ഗിസയിൽ ഇരിക്കുന്നത്. സംസാരം രസമാണ്. അതിനുശേഷം ലാലേട്ട് ഒരു കത്തുമായിട്ട് വരുന്നുണ്ട്. ഒരു യൂട്യൂബിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നൊരു കത്ത് എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ഈ എവിക്ഷൻ ലിസ്റ്റിലൊക്കെ വന്നതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വെളിയിൽ അവർ തന്നെ വന്ന് വീഡിയോ ആയിട്ട് ഇടുക, വോട്ട് അഭ്യർത്ഥിക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മൊത്തത്തിൽ ഒരു സീക്രസി ഫോളോ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ എന്തുവാണെങ്കിലും നമ്മൾ പ്രേക്ഷകരെ മുൾമുനെ നിർത്തുക, കാത്തിരിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസിന്റെ ഒരു മെയിൻ. അതായത് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇതൊരു മൈൻഡ് ഗെയിം ആണ്. ഇതിലെന്ന് പറയുന്ന ഈ ഷോയില് ആ ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞു നിന്നിട്ട് പ്രേക്ഷകർ കാണാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഷോയാണ്. അതിന്റെ ആ ഒരു ക്യൂരിയോസിറ്റി കളഞ്ഞു കുടിക്കരുത്. കാരണം ഇത് കുറെ പേരുടെ ഒരു ഹാർഡ് വർക്ക് ആണ്. അതെ, ആ ക്രൂവിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് 400-ൽ പരം ആൾക്കാർ അതിനകത്തുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്.
അപ്പൊ അവരുടെയൊക്കെ ഒരു അധ്വാനമാണ് അപ്പൊ അവരാണ് ഓരോന്ന് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ കണ്ടന്റുകളാണ്. അപ്പം ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയിൽ ഇത് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക, അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാകാം, അല്ലാതെ ആകാം. അപ്പൊ അത് പ്രചരിപ്പിക്കുക, അതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഷോയോടുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാം പ്രേക്ഷകരിൽ അവസാനിക്കുകയാണ്. അപ്പോഴത്തേക്കും കാണാൻ ഒരു താല്പര്യം ഇല്ലാതാവുക, അങ്ങനെയൊക്കെ ജനിപ്പിക്കുകയാണ്. അപ്പൊ അതൊക്കെ ശരിയായിട്ട് നടപടി നമുക്കും തോന്നിയിട്ടില്ല, അതിന് മുമ്പും നമുക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും അതെ, ലാലേട്ടന്റെ അതേ അഭിപ്രായമാണ് നമുക്കും ഉള്ളത്. അതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല അത്, അല്ലേ? അത് അതെ, എനിക്കും അത് തന്നെയാണ്. കാരണം നമ്മളൊരു ഷോ കാണുന്നതിന്റെ ആ ഒരു ക്യൂരിയോസിറ്റിയും അതേപോലെ തന്നെ ആ ഷോയില് അത് ഒരു നമ്മളിങ്ങനെ ആവേശം കൊണ്ടിരുന്നാലേ അവർ ആ ഷോ ചെയ്യുന്ന ആ ഒരു എന്റർടൈൻമെന്റ് നമുക്ക് കിട്ടുള്ളൂ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തരടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടുമ്പോഴത്തേക്ക് ആ ഒരു പ്യൂരിറ്റി അതിന്റെ അങ്ങ് നഷ്ടമാവുകയാണ്. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തം ചോദിച്ചാൽ അറിയുക. ചിലര് പിന്നെ ടി വി ഷോ കാണാൻ പോലും നിൽക്കില്ല. അതെ, ഇഷ്ടംപോലെ പേര് ഇതുപോലെ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാ. അതിന്റെ കണ്ട് ചെയ്യുക, അല്ല അതിനു മുമ്പേ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചെയ്യുന്നത് അത് അത്ര നല്ല കാര്യമല്ല. അതെ, ഇത് നമ്മുടെ ഉദ്ദേശിച്ചത് മെയിൻ ആയിട്ട് ഒരാളെ പറ്റിയിട്ട് നമ്മുടെ രേണുസുധിയുടെ വീഡിയോ വൈറലായിരുന്നല്ലോ, വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വീക്കിൽ എവിക്ഷനുകളുണ്ട്, നിങ്ങൾ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യണം, എന്റെ പിള്ളേരെ ഓർത്തിട്ട്, എന്റെ സുധിച്ചേട്ടനെ ഓർത്തിട്ട്. പക്ഷെ ഇത് രേണുസുധി സൂക്ഷിക്കുക, അകത്തുള്ളവരെ ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ഒപ്പിച്ച് വെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത്. അനീഷിനെ എടുത്ത് കാണിച്ച്, അനീഷ് മൈൻഡ് വോയിസ് ഇതായിരിക്കും, ഞാൻ 5 കൊല്ലം ലീവ് എടുത്ത് 2 കൊല്ലം കഷ്ടപ്പെട്ടിട്ടും ഈ ഒരു ബുദ്ധി എന്റെ തലയിൽ ഉദിച്ചില്ലല്ലോ. അതിപ്പോ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രേണുസുധി വന്ന് ക്യാമറയോട് പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ചെയ്തു പോയത്, എന്നോട് ക്ഷമിക്കണം, എന്റെ കസിന് ആണ് എന്നോട് പറഞ്ഞത്, ഇതൊക്കെ ചെയ്ത കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതാണ്, ഇനി മേലെ ഇട്ട് പോകുന്നത് പോലെ കസിനോടും പറയുന്നുണ്ട്. പിന്നെ ഒരു 10 ഏത്തൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി എല്ലാ ആഴ്ചയിലും എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. പുള്ളിക്കാരൻ ചോദിച്ചപ്പോ അടുത്ത ആഴ്ചത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇനി ഒന്നും ഇടല്ലേ എന്ന് കസിന് ഒരു ഹിന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ആഴ്ച എടുത്തു വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നെവിന്റെ ആ ഒരു ബാഡ്ജ് എടുത്ത വീഡിയോ കാണിക്കുന്നുണ്ട്. ഏതോ ഓർമ്മയൊന്നുമല്ല, CID മൂസയിലെ വണ്ടി തള്ളുന്ന സീനില്ലേ, അത് ക്യാപ്റ്റൻ രാജു. എനിക്ക് വണ്ടി തള്ളണമെങ്കിൽ വേറൊരു തെണ്ടിയുടെ ഇതാച്ചു, അതേപോലെ എനിക്ക് വോട്ട് വയ്ക്കണേ വേറൊരു തെണ്ടിയുടെ ആവശ്യമില്ലത് ഞാൻ തന്നെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നെവിൻ ബാഡ്ജ് എടുത്ത വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ആളെടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ ഒളിപ്പിച്ചു വെക്കുന്നു, അവിടെ ഇരുന്ന് ഫ്ലവർ വേസിൽ ഒളിപ്പിച്ചു വെക്കുന്നു, എന്നിട്ട് എന്തിലേക്കോ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ആര്യൻ അവിടെ അന്തം വിട്ട് കുന്നുപിഴിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. ദൈവമേ, ആലോചിച്ചത് അകത്തുനിന്ന് അവരാലോചിച്ചിട്ടുണ്ടായിരിക്കും ഈ വഴക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഭയങ്കരമായിട്ട് പോകുന്നത്. നെവിൻ വലിയ ഇതൊന്നും അവർക്ക് തോന്നത്തില്ലല്ലോ. നെവിനൊന്നും ഇതൊന്നും അവർ അറിയുന്നുമില്ല. അപ്പൊ നെവിൻ അതിൽ വലിയ കണ്ടന്റ് ഒന്നും കാണത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള രീതിയിലായിരിക്കും അവരുടെ മൈൻഡ്. പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോഴത്തെ അവരെല്ലാം നെവിൻ തകർക്കുവാണ് എന്നകത്ത്. അപ്പൊ ഇതേപോലെ പലരും തകർക്കുന്നുണ്ടെന്ന് അവർക്ക് ഊഹിക്കാം. അതെ, ഇനിയിപ്പോ എല്ലാവരും ഇതേപോലെ വീഡിയോയില്, അത് വലിയൊരു കാര്യമാണ്. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഇങ്ങനെ ഒരു വീഡിയോയില് വന്നു, നമ്മുടെ തമിഴില് കുറുമ്പടത്തിൽ വന്നു. അതെ, ഇത് നമ്മുടെ മലയാളത്തിന്റെ കണക്കല്ല കേട്ടോ, തമിഴില് ഇതേപോലെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഹൈപ്പാണ് കേട്ടോ. കുറുമ്പടം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആവേശമാണ്. കുറുമ്പടം എന്ന് കേൾക്കുമ്പോഴേ മറിയും ആൾക്കാർ. അതായത് ഈ ഷോർട്ട് വീഡിയോ ഇങ്ങനെ അകത്തുള്ളവരെ കാണിക്കുന്നത്, അത് ചെറിയ ചെറിയ സീനുകൾ, ആരും അറിയാത്ത സീനുകളൊക്കെ ഇങ്ങനെ. ഇപ്പം അതിൽ കമലഹാസൻ വന്ന് ഇങ്ങനെ കാണിക്കുന്നതാണ് കുറുമ്പടം എന്ന് ഉദ്ദേശിക്കുന്നത്. അതെ, അതും നമ്മുടെ ഈ മലയാളത്തിൽ കാണിക്കുന്നുണ്ടല്ലോ കേട്ടോ. അതിലൊക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ ആളുകളെ പറ്റി പറയുന്നതും ചിലത് പച്ചക്ക് കാണിക്കും കേട്ടോ. അതൊക്കെ ഒരു ഭയങ്കര, അതത്രയും ഹൈപ്പാണ്. പക്ഷെ ഏറ്റവും വലുത് ഹിന്ദി ബിഗ് ബോസ് എന്നാ പറയണ. ഞങ്ങൾ ഹിന്ദി കണ്ടിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. പിന്നെ രണ്ടാമതുള്ളത് തമിഴ് ബിഗ് ബോസ് ആണ്. തമിഴ് ബിഗ് ബോസ് ഞങ്ങൾ ഒന്നും വിടാതെ ഇതുവരെ കണ്ടിട്ടുണ്ട്. സൂപ്പറാണ് തമിഴ്. അതിലും കുറച്ചും കൂടെ ഒരു ഇത് കുറവാണ് മലയാളം. അതായത് പ്രേക്ഷകർ കുറവാണെന്നല്ല, ആ ഒരു ബിഗ് ബോസിന്റെ ആ ഒരു ബിഗ് ബോസ് ഷോ എന്നുള്ള രീതിയിൽ എത്തിയിട്ടില്ല മലയാളം. നമ്മുടെ പ്രേക്ഷകർ ടാസ്ക് പിന്നെ ഒന്നും ടൈറ്റ് ആക്കിയത്. അവിടത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരെ എണ്ണിപ്പിച്ച് നിർത്തിയിട്ട് ലാലേട്ടനോ ഈ ഒരു വീക്കില് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അവരവർക്കായിട്ട് അവര് എല്ലാ കാര്യങ്ങളും ചോദിച്ച്, അത് എനിക്കും തോന്നി ഇച്ചിരി ഒന്ന് ആക്റ്റീവ് ആവാം, ഒരു ഗെയിം എന്ന നിലയിൽ ആക്റ്റീവ് ആക്കാൻ എല്ലാവരും സഹായിക്കുമെന്ന് തോന്നുന്നു. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ അവരോട് ബൈ ഒക്കെ പറഞ്ഞ് നാളെ കാണാൻ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ റോബോട്ട്. അതെ,
നമ്മുടെ ഡോഗിനെ ഡോഗിന്റെ റോബോട്ട് അതിന് നമ്മള് ഈ എക്സിബിഷനിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ ടിവിയിലും അല്ലാതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതെ, നമ്മുടെ ലാലേട്ടൻ പറയുന്നത് അതിന് വാച്ച് ഡോഗ് ആണെന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഒരു പേര് ഇടണം എന്ന് പറയുന്നുണ്ട്. കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏഷ്യാനെറ്റിന്റെ അതിനൊരു സമ്മാനം ഉണ്ട് കേട്ടോ, നല്ല പേര് കിട്ടുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാന്നുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഈ വാച്ച് ഡോഗിന്റെ പ്രത്യേകത റോബോട്ടാണ് കേട്ടോ ആള്. നല്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു 4-5-6 പെറ്റ്സ് ഉണ്ട്. ഇതിൽ തന്നെ ഞങ്ങൾക്ക് 3 പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ. ഇതിങ്ങനെ ലാലേട്ടന്റെ കൂടെ ഇങ്ങനെ ഈ തുടക്കം പിടിച്ച് നടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊഞ്ചിക്ക് കാണാം. അത് പെറ്റ്സ് ഉള്ളവർക്കാണ് അതിന്റെ ആ ഒരു ഫീലിംഗ് മനസ്സിലാവുക. കൊഞ്ചിക്കാൻ തോന്നുന്നുണ്ട്, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. എനിക്ക് എല്ലാവർക്കും ഈ കൈയൊക്കെ കൊടുക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഓഡിയൻസ് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നു. അതെ അതെ. അപ്പം അതെന്താ ഇപ്പം ലാലേട്ടൻ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ അവിടെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ എപ്പോ വേണമെങ്കിലും അകത്ത് കയറാം. എനിക്കതല്ല സംശയം, ഇനിയല്ല അനീഷിനെ അപ്പാനി എടുത്ത് തലക്കടിക്കുമോ? അതെ, എപ്പോ വേണമെങ്കിലും അകത്ത് കയറാം, എപ്പോ വേണമെങ്കിലും പുറത്തു പോകാം. അതേപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഫ്രണ്ട്സ് ആക്കാം, അകത്തുള്ള ആർക്ക് വേണമെങ്കിലും ഫ്രണ്ട്സ് ആക്കാം. പക്ഷെ സൂക്ഷിക്കുക, ചിലപ്പോ പണിയും കൊടുക്കും, പണിയും കിട്ടും. എന്തായാലും കടിക്കത്തില്ല. അതെ, റോബോട്ടായിട്ട് കടിക്കത്തില്ല. ഷോക്കേക്കാതിരുന്നാ മതി. അതെ, പക്ഷെ എന്തായാലും രസമായിരിക്കും. നമുക്ക് നോക്കാം. ഇത് ഹിന്ദി ബിഗ് ബോസിൽ അങ്ങനെ ഇങ്ങനെ ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. ഞങ്ങൾ കാണാത്തോണ്ട് അറിയില്ല. തമിഴിൽ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. തമിഴ് വന്നിട്ടില്ല. അതെ, പിന്നെ ഇതൊക്കെ കഴിഞ്ഞു. റോബോട്ട് ഈ ഒരു വർഷത്തിനിടയില ഇത്രയും ഭയങ്കരമായിട്ട് എല്ലാ ഷോയിലും സ്വീകാര്യ. അല്ല, നമ്മള് ഈ സംഭവം നമ്മുടെ എക്സിബിഷൻ ഒക്കെ നമ്മൾ പണ്ട് കണ്ട് യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലാണ് ഇങ്ങനത്തെ ഒരു അല്ലേ ഒരു. അതെ, അപ്പോ ഇതൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് അതിന് അടുത്ത ആഴ്ച അതിന്റെ ഒരു പ്രത്യേകത നമ്മളെ വീഡിയോയിൽ പറഞ്ഞതെല്ലാം ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അനീഷിന്റെ ആ ഒരു കൺട്രോൾ ചെയ്യുന്ന അല്ല, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് നമുക്ക് തോന്നിയതുണ്ട്. നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഗുഡ് നൈറ്റ് ലാലേട്ടൻ പോയി. നാളെ കാണാമെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ രേണു ഓൾറെഡി ക്യാമറ നോക്കിയിട്ട് പറയുന്നുണ്ട്, കസിനെ ഇനി എന്നെ ചതിക്കല്ലേ, എടുത്തു വെച്ച വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തോ, ഈ ഒരെണ്ണത്തിൽ മതി. അതെ, എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും ഫുഡൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ. ഫുഡ് മിക്കവാറും അവർക്ക് സെറ്റിൽ നിന്നായിരിക്കും കൊടുത്തത്. ഇന്നും നാളെയൊക്കെ അവർക്ക് ആ ഫുഡാണല്ലോ. അപ്പൊ അനുവൊക്കെ ഈ രേണു പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കി കഴിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് അത് വരിയില്ല. അപ്പൊ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നാളത്തെ പ്രമോയാണ് കാണിച്ചത്. അത് എവിക്ഷനെ കുറിച്ചിട്ട് 1-2 ആൾക്കാർ പുറത്തു പോവും എന്നാണ് പറഞ്ഞത്. ഇതില് വേറൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലാലേട്ടൻ മറ്റേ ടാസ്കിൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരാളെ എവിക്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് നാളെ ഒരാളെ എവിക്റ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോ ഇത്രയൊക്കെയാണ് നടന്നത്. പിന്നെ നമ്മൾക്ക് നാളെ എവിക്ഷൻ ആണ്. വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കരുതുന്നത് അത് ഒന്നും കൂടി പറയണ്ടേ, ഞങ്ങള് എനിക്ക് തോന്നുന്നത് രഞ്ജിത്ത് ആയിരിക്കും പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ രഞ്ജിത്ത് ഇന്ന് നല്ല രീതിയിൽ സംസാരിക്കുകയുണ്ടായി. പക്ഷെ ഇത് നേരത്തെ ആവണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, ലാലേട്ടന്റെ അല്ലെങ്കിൽ വീക്ക്ലി എപ്പിസോഡിൽ വന്നിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. അകത്താണ് നമുക്ക് വിലയിരുത്തുന്നത്. വോട്ടിംഗ് എന്ന് പറയണ എനിക്കും രഞ്ജിത്ത് അല്ലെങ്കിൽ രഞ്ജിത്ത് തന്നെ. ബിൻസി എനിക്ക് തോന്നുന്നില്ല. രഞ്ജിത്തിനെയാണ് എനിക്കും ഒരു ഇത്, വേറെ ആരെയും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ കിച്ചൺ ഏറ്റെടുത്തത് ഏറ്റവും വലിയ ആപത്ത്, അല്ലെങ്കിൽ സ്വാപ്പി ആയിരുന്നെന്ന് തോന്നുന്നു. ഈ ഇതിലുണ്ട് നോമിനേഷൻ ഉള്ളവര്. പിന്നെ എനിക്ക് പിന്നെ ഷാരികയും തോന്നുന്നുണ്ട് കേട്ടോ. ഷാരിക അല്ലെങ്കിൽ രഞ്ജിത്ത്. ഷാരികയും ഈ ആഴ്ച വലുതായിട്ട് ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പക്ഷെ ആളുടെ കോൺഫിഡൻസ് കണ്ട് സംസാരമൊക്കെ കണ്ട് എന്തോ കണ്ടന്റ് ഒക്കെ കൊടുത്ത് എന്തൊക്കെയോ എന്ന രീതിയിലാണ് ശൈത്യം വലുതായിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, കൊടുത്തില്ല. പക്ഷെ നല്ല എണീറ്റ് നല്ല ഡയലോഗ് അടിക്കുന്നുണ്ട്. വിടുന്നുണ്ട്. ഇതില് ആരായിരിക്കും എന്ന് പറയാൻ വയ്യ. നമുക്ക് എന്തായാലും നാളെ നോക്കാം. അതേപോലെ തന്നെ നാളെ നമ്മൾ പറയാനും എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്ന്, ഈ പറയുന്ന പോലെ നമ്മുടെ അനീഷിന് ചെറിയ രീതിയിൽ ഒരു ഹിഞ്ച് കൊടുക്കാൻ, ഗെയിം ഒന്ന് ചെറിയ രീതിയിൽ മാറ്റിയാൽ കൊള്ളാം. കാരണം കുറച്ച് നമുക്ക് ചില കാര്യങ്ങൾ ബോറായിട്ട് വരുന്നുണ്ട്. ആളിപ്പോ പറയുന്ന ചില കാര്യങ്ങൾ ഓക്കെയാണ്. പക്ഷെ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ഒരു 100 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ല, ഇത് പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടൻ ഇത് സൂചിപ്പിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പം എന്തോന്നറിയോ, ഇത് ഇപ്പം അനീഷിനെതിരായ എല്ലാരെയും ലാലേട്ടൻ പൊരിച്ചിട്ടുണ്ട്. ഇത് ഞാനെന്തോ സംഭവം എന്ന് എഴുതിയിട്ട് അടുത്ത ആഴ്ച ഇതിന്റെ അപ്പുറം നമുക്ക് നമ്മുടെ ടിവിയില് ബുദ്ധിമുട്ട്. അല്ല, ടിവിയിൽ അധികം പ്രശ്നമില്ല. നമുക്ക് ലൈവ് കാണുമ്പോഴാണ് കേട്ടോ അനീഷിന്റെ ചൊറിച്ചിലിന്റെ ആ ഒരു എഫക്റ്റും കാർഡിന്റെ ഒക്കെ നമുക്ക് മനസ്സിലാവണേ. അപ്പൊ അത് കുറച്ചൊന്ന്
ശ്രദ്ധിച്ചില്ലെങ്കിൽ അനീഷിന് പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും എഫേർട്ടൊക്കെ എടുത്തിട്ട് വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം നല്ല ഗെയിം കളിക്കാനൊക്കെ ആൾക്കൊണ്ട് നന്നായിട്ട് പറ്റും. കാരണം മുഖത്ത് നോക്കി ചൊറിയ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അത് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ. പോയിന്റ്സ് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാം റിപ്പീറ്റഡാ. നല്ല പിന്നെ അതുപോലെ കേൾക്കാൻ നിൽക്കുക. അല്ല വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇന്ന് വേറൊരാളായിരുന്നില്ലേ അനീഷ്? ഇന്ന് ചൊറിച്ചിലൊന്നും ഇല്ലല്ലോ. ചോദിച്ച കാര്യം ലാലേട്ടൻ്റെ അടുത്ത് പോയി ചൊറിയാൻ പറ്റും. അല്ല, അപ്പൊ ആളുടെ അത് ഗെയിമാണ് കേട്ടോ. ഇന്ന് നല്ല കറക്റ്റ് ആയിട്ട് അതെ. അത് തന്നെ നമ്മുടെ ഗിസയില് ചായ വേണോന്ന് പറയുമ്പോ ലാലേട്ടൻ പറയുന്നുണ്ട് ഞാൻ എടുത്തോണ്ട് വരണോ, അല്ലെങ്കിൽ ഞാനിനി പോയി ഒരു പശുവിനെ വാങ്ങിക്കൊണ്ട് നിർത്തട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. അതേപോലെ അവിടെ നെവിന് ഷൂ വേണോന്ന് പറഞ്ഞിട്ട് ഒരു ഷൂ ആണ് കേട്ടോ കൊടുത്തത്, ഒരു ഹീൽസ് ആണ് കൊടുത്തത്, മറ്റേത് കൊടുത്തിട്ടില്ല. നെവിന് ഹീൽസ് ഇടുന്ന ഇഷ്ടമാണെന്ന് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. ആളുടെ ഐഡന്റിറ്റി അതാണെന്നൊക്കെ പറയണ ഇപ്പൊ ഒന്നും ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ മെയിൻ ആയിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം അതെനിക്ക് തോന്നുന്നു നാളെ സംസാരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഇന്ന് ബിൻസിനെ എണീപ്പിച്ച് നിർത്തിയിട്ട് വഴക്കിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ബിൻസി പറയാൻ പോയപ്പോ അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ഇന്നല്ലല്ലോ, ചിലപ്പോ നാളെ മിക്കവാറും ബിൻസിക്ക് അല്ല നമ്മുടെ അപ്പാനി പറഞ്ഞതിന് ഇത്രയും വാണിംഗ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി ബിൻസി പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അല്ല അപ്പാനി എടാ പോടാന്നേ വിളിച്ചിട്ടുള്ളൂ. ബിൻസി അതിലും കൂടുതൽ റോങ് ആയിട്ട് സംസാരിച്ചു. അപ്പം അതെ അതെ. അപ്പൊ ബിൻസിക്ക് ഒരു വാണിംഗ് കൊടുത്തേ പറ്റൂ. കാരണം അത് നമുക്ക് ആർക്കും വേണ്ടിയിട്ടല്ല, ബിൻസിയുടെ ഗെയിം നന്നാക്കാൻ വേണ്ടി തന്നെ. ഇല്ലെങ്കിൽ ആൾക്കാർക്കിടയിൽ വളരെ മോശമായിട്ട് ആള് പോകും. ഇനി ആളിത് കണ്ടിന്യൂ ചെയ്യും. ആളെന്തോ ഭയങ്കര നല്ല കാര്യം ചെയ്തു അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിച്ചെന്നുള്ളൊരു ക്രെഡിറ്റോട് കൂടിയിട്ടൊക്കെയാണ് അവിടെ ഇരിക്കണേ. അപ്പൊ അത് അടുത്ത ആഴ്ച നാളെ സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ എന്തായാലും എപ്പിസോഡ് പൊളിച്ചു കിട്ടാ. ഇന്നത്തെ എപ്പിസോഡ് ഒന്നും പറയാനില്ല, അടിപൊളി. ലാലേട്ടനും ഭംഗിയായിരുന്നു, എപ്പിസോഡും നല്ല രസമുണ്ടായിരുന്നു. ബിഗ് ബോസ് സീസണും കൊള്ളാം, കണ്ടസ്റ്റന്റും കൊള്ളാം. ചെറിയ ചെറിയ ഫോൾട്ടുകളേ ഉള്ളൂ പറയാൻ. ഈ ആഴ്ച തന്നെ ഇത്രയും കണ്ടന്റ് വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് സ്റ്റാർട്ടിങ്. അപ്പം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ സബ് ഭയങ്കര കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾ അധികം ചോദിച്ചിട്ടുമില്ല, അപ്പൊ ചോദിക്കാത്തോണ്ടാണെന്ന് അറിയില്ല. അപ്പൊ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ബിഗ് ബോസ് കാണുന്ന ഫാൻസ് ആണെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ ബിഗ് ബോസിന്റെ വരുന്നത്. അപ്പം എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. നല്ല സഭ്യമായ കമന്റ്സ് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്കും തിരിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാവുന്നതാണ്. അപ്പം അടുത്ത ദിവസത്തെ റിവ്യൂ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.